നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: ഇൻ എ പോപ്പുലേഷൻ ഓഫ് 5,000 with a birth rate of 30 per 1,000 population, 15 children died during first year life in a year. Of these, 9 died during first month of life. What is the infant mortality rate in this population? Options 100, 60, 150, 45. അപ്പോൾ ഇതൊരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് എഴുതി വെക്കുക. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് IMR ആണ്. IMR കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 1 year ഓഫ് ഏജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ ഇൻറ്റു 1000 എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം എഴുതി വെക്കണം. അപ്പോൾ അതിനുശേഷം അതിനകത്ത് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനകത്തുനിന്ന് കണ്ടെത്തി ഫില്ല് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അതാണ് അതിൻ്റെ രീതി. എല്ലാ കുട്ടികളും ആദ്യം വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഫോർമുലയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ എടുക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അപ്പം നമുക്കിനി അറിയേണ്ടത് എത്ര ഡെത്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂമറേറ്റർ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഡെത്തിൻ്റെ കേസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഡെത്തിൻ്റെ കേസ് കൊടുത്തിരിക്കുന്ന 15 എന്നാണ്. പക്ഷെ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഫാക്ടറാണ് അതിൽ 9 പേര് മരിക്കുന്നത് ഫസ്റ്റ് മന്തിലാണെന്ന്. പക്ഷെ നമ്മുടെ ഫോർമുല പ്രകാരം നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 1 year ഓഫ് ഏജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 1 month ആയാലും 2 month ആയാലും വിത്തിൻ 7 days ആണെങ്കിലും അത് അവിടെ കൺസിഡർ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുന്നത് 15 തന്നെയാണ്. ഇനി നമുക്കറിയേണ്ട ഒരു കേസ് നമ്പർ ഓഫ് ലൈവ് ബർത്ത് ആണ്. ആ ഇയറിലെ നമ്പർ ഓഫ് ലൈവ് ബർത്ത് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഹിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബർത്ത് റേറ്റ് 30 per 1,000 എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോപ്പുലേഷൻ 5,000 ആണ്. അപ്പോൾ 1000 പേർക്ക് 3 പേർ ജനിക്കുന്നു, 1000 പേർക്ക് 30 പേർ ജനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5000, 1000ൻ്റെ 5 മടങ്ങാണ് 5000. സ്വാഭാവികമായിട്ടും ഈ 30ൻ്റെ 5 മടങ്ങായിരിക്കണം ബർത്ത് റേറ്റ്, അല്ലേ? അപ്പോൾ 1000ൻ്റെ 5 മടങ്ങ് 5000 എന്ന് പറയുമ്പോൾ 30ൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 150, 150 എന്നുള്ളതാണ് ആ വർഷത്തെ നമ്പർ ഓഫ് ലൈവ് ബർത്ത്. നമ്മുടെ 5000 പോപ്പുലേഷൻ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അവിടുത്തെ ലൈവ് ബർത്ത് എന്ന് പറയുന്നത് 150 ആണ്. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. IMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 1 year ഓഫ് ഏജ് അത് കിട്ടിയിട്ടുണ്ട്. 15 ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. 1000ൽ നിന്ന് 5000 പോപ്പുലേഷനിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചു. അത് 150 ആണ് വരുന്നത്. സോ 15 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 1000 ആണ് നമ്മുടെ കൃത്യമായ ഫോർമുല. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 100 ആണ്, എ ഓപ്ഷൻ. ഓക്കെ, വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു.